الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون മുഅ്മിനുകളെ അല്ലാഹുവിന്റെ തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിൽ ഉടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിംകളായിട്ടല്ലാതെ മരണപ്പെടാവുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഭയത്തോടെ മനസ്സിലാക്കി മാറി നിൽക്കുവാനും മുസ്ലിംകളായി മരണപ്പെടാനും ആഗ്രഹിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ 3 ആഴ്ചകളിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 4ാമത്തെ വെള്ളിയാഴ്ചയാണ് എനിക്ക് ഇവിടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. ഹാജിമാർ എല്ലാവരും മടങ്ങാൻ ആരംഭിക്കുന്ന സമയമാണ്. ഗവൺമെൻറ് സെക്ടറിൽ പോയ ഹാജിമാർ നാളെ മുതൽ കേരളത്തിലേക്ക് തിരിച്ചെത്തും. 2 ഹറമുകളിലും ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഹാജിമാരെ സംബന്ധിച്ച്. അല്ലാഹുമ്മ റുദ്ദഹും ഇലാ ബിലാദിഹിം സാലിമീന ഗാനിമീൻ. അള്ളാഹുവോട് എത്രയോ ലക്ഷോപലക്ഷം ജനങ്ങളുടെ സാന്നിധ്യവും ആമീനുമാണ് ആ ദുആയ്ക്കുണ്ടാകുന്നത്. ഈ ഹാജിമാരുടെ സമൂഹത്തെ അവരുടെ നാടുകളിലേക്ക് നീ മടക്കി എത്തിക്കണമേ. 2 നിലയിലാണ്. സാലിമീൻ, അവർ പൂർണ്ണമായ സമാധാനത്തോടും രക്ഷ പ്രാപിച്ച അവസ്ഥയിലും. ഗാനിമീന, ധന്യത നേടുന്ന അവസ്ഥയിൽ. ഈ ആത്മീയമായ ഇബാദത്ത് എന്താണോ അവരിൽ ഉണ്ടാക്കേണ്ടത് അത് ഈമാനികമായ വർധനവും ജീവിതത്തിലെ വിശുദ്ധിയും സർവോപരി എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ട ശ്രദ്ധയും നിലനിൽക്കുമാറ് അവരെ നീ മടക്കി അയക്കണമേ എന്നാണ് ആ പ്രാർത്ഥന. അള്ളാഹുവിൻ്റെ റസൂല് മറ്റൊരു പ്രാർത്ഥന വൈയക്തികമായി അഥവാ ഓരോ ഹാജിയെയും ഉണർത്തിയിട്ടുള്ളത് അവരുടെ മടക്കം അവരാരംഭിക്കേണ്ടത് ഈ പ്രാർത്ഥനയിലാണ്. ആയിബൂന തായിബൂന അൽ ആബിദൂൻ
ഇലാ റബ്ബിനാ ഹമിദൂൻ. അവിടെ 3-4 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആയിബൂന, മടങ്ങിയെത്തുന്നവരാണ്. തായിബൂൻ, പശ്ചാത്തപിച്ച് മടങ്ങിയവരായ നിലയിൽ. അൽ ആബിദൂൻ, ഇബാദത്തുകൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ മനസംതൃപ്തിയോടെ. ഇലാ റബ്ബിന ഹമിദൂൻ, അള്ളാഹുവിലേക്ക് സ്തുതി അർപ്പിച്ചുകൊണ്ട്, ഹംദ് ചെയ്തുകൊണ്ട്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നാടുകളിൽ വന്നണയുക. അപ്പൊ അത്തരം സമയമാണ് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. 2, മനുഷ്യ ജീവിതം ഏതാണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടുന്ന രീതിയിൽ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരു വിധത്തിൽ ജീവിച്ചു പോകുന്നതിന് ഇതൊരു ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയാത്തതാണ്. അതിന് അള്ളാഹു വ്യവസ്ഥ ചെയ്തത് അവൻ്റെ റസൂലും ഇസ്ലാമും വ്യവസ്ഥ ചെയ്യുന്നത് പരസ്പരമുള്ള അന്വേഷണവും സഹകരണവുമാണ്. അതിന് ഇസ്ലാമിൽ ഖുർആനിൻ്റെ ഭാഷയിൽ തആവുൻ എന്നാണ് പറയുക. അന്യോന്യമുള്ള സഹായം. ഒരാൾ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കലല്ല, അത് മറ്റൊരാൾ സ്വീകരിച്ചുകൊണ്ടും ഇരിക്കലല്ല, മറിച്ച് സ്വീകർത്താവും ദാതാവും പരസ്പരം സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളു തുറന്ന വിശ്വാസപരമായ പ്രതീക്ഷയോടെയുള്ള സഹകരണത്തിലാണ് മനുഷ്യരുടെ ജീവിതം കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ പ്രതിപാദിച്ചതാണ്. സൂറത്തുൽ മാഇദ, വതആവനു അലൽ ബിർരി വത്തഖ്വ, ജീവിതത്തിൽ പുണ്യം ഉണ്ടാകാവുന്ന എല്ലാത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം. ആത്മീയ മേഖല അഥവാ അവരുടെ ഇബാദത്തിന്റെ മേഖലയാണ്. അതാണ് തഖ്വയുടെ മേഖല. ആ തഖ്വയുടെ കാര്യത്തിലും നിങ്ങൾ പരസ്പരം ഉണർത്തുന്നവരും ഉപദേശിക്കുന്നവരും സ്വീകരിക്കുന്നവരുമായിരിക്കണം. സൂറത്തുൽ അസ്ർ മനുഷ്യ ജന്മം പാഴാകുന്നതിനെ വിളംബരം ചെയ്യുന്ന ഒരു സൂറത്താണ്. എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതം പരാജയപ്പെട്ടു പോവുക അള്ളാഹുവിൻ്റെ മുൻപിൽ? അതാണ് ആ സൂറത്ത് വിവരിക്കുന്നത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിൽ കലാശിക്കുന്നവരാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വാസികൾ അതിൽ പെടുകയില്ല. വിശ്വാസികൾ അതിൽ നിന്ന് മേലെയാണ്. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവരും. അപ്പൊ വിശ്വാസികളും സൽക്കർമ്മകാരികളും ജീവിതം നഷ്ടത്തിൽ പതിക്കുന്നവരിൽ ഉൾപ്പെടുന്നതല്ല. 3, വതവാസൗ ബിൽ ഹഖ്, രണ്ട് വസിയ്യത്താണ്. വതവാസൗ, അവർ പരസ്പരം വസിയ്യത്ത് ചെയ്യും. ബിൽ ഹഖ്, ഹഖ് കൊണ്ട്, സത്യം കൊണ്ട്, നന്മ കൊണ്ട്, നീതി കൊണ്ട്, നല്ല ജീവിതം കൊണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ കൊണ്ടാണ് അവർ പരസ്പരം വസിയ്യത്ത് ചെയ്യുക. വതവാസൗ ബിസ്സബ്ർ, ജീവിതത്തിൽ എത്ര പ്രയാസമുണ്ടായാലും അത് ക്ഷമിക്കണം. ക്ഷമയാണ് അതിനെ അതിജയിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ നിശ്ചയത്തിൽ ഷർറായ കാര്യങ്ങൾ
നമ്മളിൽ ഉണ്ടായാൽ നമ്മൾ അതിന് വേവലാതിപ്പെടുകയല്ല, ക്ഷമയും സഹനതയും സ്വീകരിക്കാൻ നമ്മൾ ഉണർത്തണം, ഉപദേശിക്കണം, വസിയത്ത് ചെയ്യണം. ആ ക്ഷമ കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഏത് കാര്യമാണോ കടുത്തതായി സംഭവിച്ചത് അതിനെ അതിജയിക്കാൻ കെൽപ്പുള്ളവരായി മാറണം എന്നാണ് വിശുദ്ധ ഖുർആൻ ഉണർത്തിയത്. അതാണ് സൂറത്തുൽ അസ്ർ. മഹാനായ ഇമാം ഷാഫി അലൈഹി റഹ്മ, അദ്ദേഹത്തിന്റെ ഒരഭിപ്രായമുണ്ട് ഈ സൂറത്തിനെ കുറിച്ച്. അത് ഖുർആൻ മുഴുവനും ഒരാൾ പഠിച്ച് പകർത്തുകയല്ല, ഈ ഒരു സൂറത്ത് മതി അവന്റെ ഈമാനിനും തഖ്വയ്ക്കും സ്വാലിഹായ അമലിനും ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനും അതിജയിക്കാനും മുന്നോട്ടു പോകാനും പ്രത്യാശ പകരാൻ ഈ ഒരൊറ്റ സൂറത്തിന്റെ ആവശ്യമുള്ളൂ അവന്. അത്രയും മനുഷ്യരുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ആ സൂറത്തിന്റെ പ്രതിപാദന കാര്യങ്ങൾ ബന്ധിതമായിരിക്കുന്നു, അത് ഉൾച്ചേർന്നിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് സൂറത്തുൽ അഅലയിലെ 3 ആയത്തുകളെ കുറിച്ച് ഇമാം ഷാഫി ഇതിനോട് ചേർത്ത് വിശദീകരണം നൽകുന്നുണ്ട്. അതിലൊന്ന് ആത്മീയ ഉണർവും വിജയത്തിന്റെയും തുടക്കമാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഒരു തസ്ബീഹായി. അല്ലദീ ഖലഖ ഫസവ്വ, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അതിന് വ്യവസ്ഥ നിർണയിച്ചു. മനുഷ്യൻ ഉൾപ്പെടെ ഈ ലോകത്തെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടിച്ച് നിലനിർത്തുകയാണവൻ. വല്ലദീ ഖദ്ദറ ഫഹദ, എല്ലാ ഓരോ സൃഷ്ടിക്കും അവൻ തോത് നിർണയിച്ചു, കാലാവധി നിർണയിച്ചു, ഭാഗ്യ ദൗർഭാഗ്യം നിർണയിച്ചു, ജയാപജയം നിർണയിച്ചു, നേട്ടവും കോട്ടവും നിർണയിച്ചു. ഓരോന്നിൻ്റെയും കഴിവും കഴിവുകേടും നിർണയിച്ചു. എന്നിട്ട് മുഴുവൻ ജീവജാലങ്ങൾക്കും അവന്റെ സൃഷ്ടവസ്തുക്കൾ ഒന്നടങ്കം അതെങ്ങനെയാണ് ചരിക്കേണ്ടത് എന്ന മാർഗദർശനവും നൽകി. ഈ 3 ആയത്തുകൊണ്ട് ഖുർആനിനെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് ഇമാം ഷാഫി അലൈഹി റഹ്മ പറഞ്ഞത്. നാം പറഞ്ഞു വന്നത് അതല്ല. ഒരു അധികാരിക്കും ഭരണകൂടത്തിനും ചെയ്യാൻ കഴിയാത്ത കാര്യം പരസ്പരം ഓരോ നാട്ടിലും ജീവിക്കുന്ന ആളുകൾ പരസ്പരം അന്വേഷിക്കുന്നവരാകലാണ്. അതിൽ സഹകരിക്കാൻ നമ്മൾ തയ്യാറാകലാണ്. വിവരങ്ങൾ നമ്മോട് ചോദിക്കുമ്പോൾ അത് പറയാനുള്ളൊരു മനസ്സുണ്ട്, തുറന്നു പറയാൻ. അങ്ങനെ പരസ്പരം ചോദിച്ചും പറഞ്ഞും അറിഞ്ഞും അറിയിച്ചും ജീവിക്കുമ്പോൾ അതൊരു വല്ലാത്ത സൗഭാഗ്യ ജീവിതമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഈ ലോകത്ത് മുസ്ലിം സമൂഹം അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹം ജീവിക്കേണ്ടത് എന്ന് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. അതിന് നമ്മൾ പറയുന്നൊരു മലയാളീകരിച്ച നാമമാണ് ജീവകാരുണ്യ പ്രവർത്തനം. ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, നമ്മുടെ മുൻപിലുള്ള നമ്മൾ അറിയുന്ന ആളുകളോടുകൂടി അത് പറയും. അവരത് ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കും. എങ്ങനെയാണത് കുറച്ചുകൂടി നല്ല നിലയിൽ ബഹുജനങ്ങൾക്ക് ഉപയുക്തമാവുക, ആ നിലയിലേക്ക് അതിനെ പരിവർത്തിപ്പിക്കും. കൂടുതൽ ആളുകളിലേക്ക് ഈ നന്മ എങ്ങനെ എത്തിക്കാം അതിനെക്കുറിച്ച് അവർ ചിന്തിക്കും. എന്നിട്ട് പ്രവൃത്തി പദത്തിൽ അത് കൊണ്ടുവരും. അങ്ങനെയാണ് ഓരോ ഇസ്ലാമിക സംരംഭങ്ങളും തുടങ്ങുന്നതും വിജയിക്കുന്നതും. ഒറ്റയ്ക്കല്ല, ഒരു സമൂഹത്തിന്റെ സാന്നിധ്യത്തിലാണ്, അവരുടെ സഹകരണത്തിലാണ്. അതുകൊണ്ടാണ് ഖുർആൻ തആവനു അലൽ ബിർറ്,
നന്മയുള്ള കാര്യങ്ങളിൽ സഹകരിക്കുക എന്ന് പറയാൻ കാരണം, ഇപ്പൊ സ്കൂള് തുറക്കുന്ന ഒരു മാസമാണിത്. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്ന ഒരു കാലയളവ്. നമ്മളെ പോലെയല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ കഴിയുന്ന സാധാരണക്കാരായ വീട്ടുകാരും ജനങ്ങളും അവരുടെ ജീവിതവും അവരുടെ മക്കളും. പലതും അവർക്ക് നിറവേറ്റി കൊടുക്കാൻ കഴിയില്ല, പലതും അവരുടെ കഴിവുകൊണ്ടും ചെയ്യാൻ കഴിയില്ല. അവരുടെ കഴിവിനൊരു പരിധിയുണ്ട്, വരുമാനത്തിനും പരിധിയുണ്ട്, ജീവിതത്തിനും ഒരു നിർണയമായ അവസ്ഥയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ളത്. ഇസ്ലാമിലെ ഏറ്റവും വലിയ പുണ്യമായി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് മൻ ആന ത്വാലിബൻ. ഇമാം നവവിയുടെ അർബഈനിലും റിയാദു സ്വാലിഹീനിലൊക്കെ ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ സുനനിന്റെ ഒരു ഹദീസാണ്. ഒരു വിദ്യാർത്ഥിയെ ഒരാള് സഹായിക്കുക, അതൊരു ആവശ്യബോധമാണല്ലോ. ഒരു വിദ്യാർത്ഥിയെ സഹായിക്കുക. എന്താ കാരണം? ഖുർആൻ അതിന് ഒരുപാട് ന്യായങ്ങൾ പറയുന്നുണ്ട്, ഉപമകളായിട്ട്. ഈ അറിവ് നേടുക എന്നതിനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് കാണാൻ കാരണം അതുകൊണ്ടാണ്. വിദ്യാഭ്യാസ മേഖലയെ ഒന്നാമത്തെ മേഖലയായി ഖുർആൻ പരിചയപ്പെടുത്തുന്നതും അതുകൊണ്ടാണ്. കാരണം അറിവ് നേടിക്കഴിഞ്ഞാൽ അവൻ സ്വയം പര്യാപ്തനാകാൻ ശ്രമിക്കും. ഒരു സമൂഹത്തെ വളർത്താൻ അവന്റെ അറിവ് ഉപകരിക്കും. അവനും അവന്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തെ സുഗമമാക്കും. അതാണ് ആ അറിവിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇൽമ് എന്നൊരു അധ്യായം നമുക്ക് എല്ലാ ഹദീസിന്റെ കിതാബിലും കാണാം. കിതാബുൽ ഇൽമ്, അത് ശാസ്ത്രത്തിന്റെ അധ്യായം, അറിവിന്റെ അധ്യായം. ഇൽമ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്നാണ് അതിന്റെ അർത്ഥം, അറിവ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ അധ്യായമില്ലാത്ത ഒരൊറ്റ ഹദീസിന്റെ ഗ്രന്ഥങ്ങളും ഇല്ല. അതിൽ ഒന്നുകൂടിയുണ്ട്. ഇമാം ഗസാലി അലൈഹി റഹ്മ അറിവിന്റെ പ്രയോജനത്തെ വിവരിച്ചത് ഒരു നല്ല ഉപമയിലാണ്. ഹാമിദുൽ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ തൻ്റെ അറിവ് തനിക്ക് മാത്രമല്ല തന്നോടൊപ്പമുള്ളവർക്ക് ഉപകരിക്കും. എങ്ങനെ? ഒരു തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ താനല്ലാതെ ഒരുപാട് ആളുകളുണ്ട്. അവനെ അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അതൊരു കാറ്റിലോ ഇളക്കത്തിലോ തിരമാലയിലോ പെട്ടിട്ട് മറിയാം. അവന് കഴിയുന്നത്ര ആളുകളെ നീന്തൽ അറിയുക എന്ന ഒരു ചെറിയ അറിവ് നേടിയതിൻ്റെ പേരിൽ ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ കഴിയും. അത് ആളെ നാളും പേരും ഊരും ജോലിയും തൊഴിലും മതവും ജാതിയും ഉപജാതിയും നോക്കിയിട്ടല്ല, ആപത്തിൽ ആപതിക്കുന്നവരെ രക്ഷപ്പെടുത്താൻ അവൻ ശ്രമിക്കും. അപ്പൊ ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തുക എന്നതാണ് ഇൽമിന്റെ അടിസ്ഥാനം. മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചിട്ട് സൂറത്തുൽ കഹ്ഫ് അധ്യായം നമ്മൾ ഇന്നും പാരായണം ചെയ്തിട്ടുള്ളവരാണ്. ഓരോ പ്രദേശത്തേക്ക് അയച്ചത്. അത് കൽപ്പണി ചെയ്യുന്ന സ്ഥലത്ത് പോയി അവിടെ മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നു, അത് പണിത് ഉയർത്തി ഭദ്രമായി അത് ഉറപ്പിച്ചു നിർത്തി. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത്? അത് വരും തലമുറ അനാഥ കുട്ടികളുടെ സമ്പത്ത് സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ അടിയിൽ നിധിയുണ്ട്, അവരുടെ ഉപജീവനമുണ്ട്, അവരുടെ സമ്പത്തുണ്ട്. അത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ ജോലി ചെയ്തതാണ്. അത് കുറച്ചുകൂടി വ്യാപകമായൊരർത്ഥത്തിലേക്ക് നമ്മളതിനെ ഒന്ന് പരിപോഷിപ്പിച്ചാൽ ഒരു സമൂഹത്തിൻ്റെ ജീവിതം അതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ പണിയെടുക്കണം. ഇപ്പൊ ഈ കഴിഞ്ഞ ഖുത്ബയിൽ നിങ്ങൾ കേട്ടത് പരിസ്ഥിതിയാണ്. ഒരു വൃക്ഷത്തൈ നടുമ്പോൾ അത് മരണാസന്നനായ ആളിനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസില്,
ഒരു വൃക്ഷത്തിന്റെ തൈ നടാൻ ഒരു സമയമുണ്ട് അവന്, അത് കഴിഞ്ഞിട്ടേ മരിക്കുള്ളൂ. അത്രയും ചെറിയൊരു സമയം കൂടി ഉണ്ടെന്ന്. എന്നാലും അപ്പോൾ അവനത് നടണം. ഏതായാലും അവന് വേണ്ടിയല്ലല്ലോ. അപ്പൊ നമ്മൾ വൃക്ഷത്തൈ എന്നത് ഫലവൃക്ഷങ്ങളുടെ തൈ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയാൽ, അത് മാവായാലും പ്ലാവായാലും തെങ്ങായാലും അത് എത്ര വർഷം കഴിഞ്ഞിട്ട് അതിന്റെ ഫലം ഉണ്ടാവുക. ആ ഫലം മറ്റുള്ളവർക്ക് വേണ്ടി അവന്റെ അധ്വാനത്തിന്റെ അവസാന ഭാഗമാക്കുകയാണ്. ഈ വേറൊന്ന് പറഞ്ഞാൽ, റൂമിയെ കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്ന ഒരു ചരിത്ര ഭാഗമുണ്ട്. മരണാസന്ന സമയത്ത് അദ്ദേഹം തൻ്റെ അരികിൽ കൂടിയ എല്ലാ ഔന്നത്യ പദവിയിലെത്തിയ മഹാപണ്ഡിതരെയൊക്കെ മോശക്കാരാക്കുന്നത് കൂടെ കൂടുന്ന ആളുകളാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അരികിൽ സന്നിഹിതരായിരുന്നവരോട് ഇദ്ദേഹം മരണത്തോടടുക്കുന്ന ഒരു സമയം ഊർധ്വശ്വാസം വലിക്കുന്നുണ്ട്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വർത്തമാനം തിരിയാതായി. അപ്പോഴും ഒരേ വിഷയ ചോദിക്കുന്നത്, ഒരേ വിഷയം അറിയാൻ വേണ്ടി. അതെന്താണ്, അതെങ്ങനെയാണ്, അതിൻ്റെ ആശയം എങ്ങനെയാണ്, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഹുക്കും എന്താണ്, അതിൻ്റെ മസല എന്താണ്, ഇതാണ് ചോദ്യം. അപ്പൊ ശിഷ്യഗണങ്ങൾ ചോദിക്കുന്നുണ്ട്, അവിടെ നിന്ന് എന്തിനാണ് ഈ സമയത്ത് ഇതൊക്കെ പഠിക്കുന്നത്? അപ്പൊ ഒരു അനന്തരാവകാശ നിയമത്തിലെ യുക്തിയും അതിൻ്റെ സാഹസികമായ പ്രയോജനകാരിതയെ കുറിച്ചും, അത് ചെറിയ വിഷയമല്ല. അത് 3 ആയത്തുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മുഴുവൻ സമ്പത്തിൻ്റെയും ക്രയവിക്രയം, അനന്തരാവകാശ നിയമം നിജപ്പെടുത്താൻ അള്ളാഹു ഉപയോഗിച്ചത് 3 ആയത്താണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ചോദ്യം. അപ്പൊ എന്തിനാണ് ഇപ്പൊ ഈ സമയത്ത് നിങ്ങൾ ഇത് അന്വേഷിക്കുന്നത്? അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറയുന്നത്, ഇതും കൂടി അറിയാത്ത നിലയിൽ, അതോടെ അറിഞ്ഞിട്ട് ഉള്ള ഒരവസ്ഥയിൽ ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നു, അതോടെ അറിയാവുന്ന ഒരാളായിട്ട്. എനിക്ക് കുറച്ച് സമയമുണ്ട്, ആ സമയം ഞാൻ അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇൽമിന്റെ അധ്യായത്തിന് ഖുർആനിൽ കുറച്ച് ഉപമകൾ പറഞ്ഞു. അത് തണലും വെയിലും. അവര് വൃക്ഷത്തിന്റെ ചുവട്ടിലാവുമ്പോൾ നല്ല തണലാണ്, അതല്ലാത്ത സ്ഥലമാകുമ്പോൾ വെയിൽ നേർക്ക് നേരെ അടിച്ച് ചൂടുള്ള സ്ഥലമാണ്. രാത്രിയും പകലും ഇതെല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. ഇത് സമമാകുമോ? ഇല്ല. ഇതുപോലെയാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയിൽ 2 മുഖ്യമായ വിഷയമുണ്ട്. റബ്ബി സിദിനി ഇൽമ, ഓരോ ദിവസം കഴിയും തോറും എനിക്ക് അറിവുകൾ വർദ്ധിപ്പിക്കണം. എന്നെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, നാടിനെക്കുറിച്ച്, ജനങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക കാര്യങ്ങളെക്കുറിച്ച്. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നല്ല, അഖില വിഷയങ്ങളെക്കുറിച്ചുമുള്ള അറിവിൽ എനിക്ക് വർധനവുണ്ടാകണം. അപ്പോഴാണ് ഞാൻ ഈ സമൂഹത്തോടൊപ്പമോ ഒരു പടി മുകളിലോ എത്തിച്ചേരാൻ കഴിയൂ. അതുകൊണ്ട് നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണം. 2ാമത്തെ വാക്ക് എല്ലാവർക്കും സുപരിചിതമായി അറിയുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകാരമില്ലാത്ത ഒന്നും എനിക്ക് നൽകരുത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഇപ്പൊ സാർവത്രികം എല്ലാവർക്കും അറിയാം. 100 കൊല്ലത്തോളം എടുത്തു ലോകത്തെ 700 കോടിയോളം ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്തി എല്ലാവരുടെയും കയ്യിൽ അതുണ്ട്. 700 കോടി ജനങ്ങളുടെ കയ്യിലുണ്ടെന്ന്. ഇതിൽ അതിശയോക്തിയല്ല, ചിലപ്പോൾ എണ്ണം കുറയാട്ടോ, അതൊക്കെ ഇരിക്കട്ടെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ ഒരു 100 കൊല്ലം എടുത്തു അങ്ങനെയൊന്ന് എത്തിക്കാൻ ഈ അറിവ്. എന്നാൽ ആവശ്യമില്ലാത്ത അറിവുകളും മേഖലകളും ഒരുപാട് ഉപവകുപ്പുകളുണ്ട്. അത് വാട്സാപ്പ് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, ഫേസ്ബുക്ക് മാത്രമല്ല, പിന്നെ ഉള്ളതിൻ്റെ ഒന്നും പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കുറേ ഉണ്ട് മേഖലകൾ. ഇതൊന്നും ആർക്കും ആവശ്യമില്ല. അത് ലോകമെമ്പാടും വ്യാപകമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് പഠിപ്പിക്കാൻ
അനുഭവപ്പെടുത്താൻ 17 കൊല്ലേ വേണ്ടി വന്നുള്ളൂ. നിങ്ങൾ എൻ്റെ ചരിത്രവും നോക്കിക്കോ, 17 കൊല്ലം കൊണ്ടായി. അപ്പൊ നിങ്ങളുടെ മകനുമായി നിങ്ങളുടെ അനുജന്റെ വീട്ടിൽ പോയി എന്ന് സങ്കല്പിക്കുക. അപ്പൊ മൂത്താപ്പ വന്നേക്കാണല്ലോ. അപ്പൊ അനുജനും ഭാര്യയും മക്കളും എല്ലാവരും വരും, വർത്താനം പറയാനൊക്കെ ആയിട്ട്. ഈ വരുന്ന മക്കളും ആ വീട്ടിലുള്ളത്, ഈ കൂടെ പോയവനും ആരുടെയും മുഖത്തേക്ക് നോക്കൂല, ഇതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഒന്നും ചോദിക്കോ ഇല്ല, പറയുകയോ ഇല്ല, വീടും അറിയൂല. ശരിയാണോ എന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞേ. നമ്മുടെ കൂടെ നമ്മളുടെ മക്കളൊക്കെ ഉണ്ട്. പക്ഷെ ആ മക്കൾക്ക് ഒരു വീടുകളും ബന്ധുക്കളെയും അംഗങ്ങളെയും അവരുടെ കഷ്ടതയും അവരുടെ ആവലാതിയും രോഗാവസ്ഥയും ഒന്നും അവരറിയുന്നില്ല. അവർ ഇതിന്റെ ലോകത്താ. 17 കൊല്ലം കൊണ്ടാണ് ലോകമെമ്പാടും ഈ ആവശ്യമില്ലാത്ത കാര്യം. ഇനി ഇത് അനിവാര്യമാണെന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനൊരു പണിയുണ്ട്, ഇത് നമുക്ക് ആവശ്യമാണെന്ന് വെച്ചു. അപ്പൊ അള്ളാഹു സൂറത്ത് അൽ ഫുർഖാനിൽ പറഞ്ഞൊരു വാചകമുണ്ട്, അത് എന്ത് ഉപയോഗിക്കുന്നതിനും. ഈ സൂറത്തുൽ ബഖറ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അവർ ചിലവ് ചെയ്യും. ആ ചിലവ് ചെയ്യുക എന്നത്, ഉപയോഗിക്കുക എന്നത്, വ്യയം ചെയ്യുക എന്നത് എന്തൊക്കെയാണ്? 1 അറിവ്, 2 ആരോഗ്യം, 3 സമ്പത്ത്. സൂറത്തുൽ ഫുർഖാൻ, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ, അതിൽ അമിതത്വം കാണിക്കൂല, മിതത്വം ആവശ്യമില്ല, കുഴപ്പമില്ല. ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലോ മക്കളെ ഉപദേശിച്ച ഉപദേശത്തില്, വഖ്സുദ് ഫീ മഷീക, നിന്റെ ഓരോ ചലനത്തിനും ലക്ഷ്യബോധം വേണം. ഇപ്പൊ ഒരു അറിവും വിദ്യാഭ്യാസവും യൂണിവേഴ്സിറ്റി ജ്ഞാനവും ഒന്നും ഇല്ലായിരുന്നല്ലോ നബിയുടെ ഉമ്മാക്ക്. പക്ഷെ ആ ഉമ്മ മകനെ എല്ലാ സ്ഥലത്തും പരിചയപ്പെടുത്തി. അതുകൊണ്ടാണല്ലോ തായിഫിൽ രക്ഷ തേടിപ്പോയത്. അതുകൊണ്ടാണല്ലോ ഹിജറ പോയിട്ട് എന്താ മദീനയ്ക്ക് പോകാൻ അവിടുന്ന് 5 കിലോമീറ്ററോടെ ഉള്ളൂ, ഇവിടുന്ന് പോവില്ല. ഖുബാ മസ്ജിദ് ഇരിക്കുന്ന സ്ഥലം, അത് ബനു നജ്ജാർ ഗോത്രവർഗങ്ങളുടെ മുഴുവൻ ആളുകളുടെയും സാന്നിധ്യമുള്ളൊരു പ്രദേശം. അവിടെയാണ് നബി താമസിച്ചത്. എത്ര ദിവസം? ഏതാണ്ട് ഒരാഴ്ചയിലധികം കാലം. എന്നിട്ടാണല്ലോ അവിടുന്ന് പുറപ്പെട്ടത്. അവർക്കെല്ലാവർക്കും മുഹമ്മദിനെ അറിയാം. മുഹമ്മദിന് ബനു നജ്ജാർ ഗോത്രത്തിലെ എല്ലാവർക്കും അറിയാം. അറിയുന്നത് കൊണ്ടാണ് സ്വമേധയ അവരെല്ലാം സന്തോഷഗാനം ആലപിച്ച് നബിയെ സ്വീകരിച്ചത്. ആണ് പെണ്ണ്, യുവതി യുവാവ് വ്യത്യാസമില്ലാതെ, പ്രായഭേദമില്ലാതെ. കാരണം നബിയെ എല്ലാ വർഷവും കൊണ്ടുപോയി ഈ വീടുകളിലെല്ലാം സന്ദർശനം നടത്തും. അപ്പൊ അവരൊക്കെ നബിയെ എല്ലാ കൊല്ലവും കാണും, നബി അവരെയും കാണും. നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് നടക്കും. ആ മക്കൾ കല്യാണ സ്ഥലത്ത് കണ്ടാലും തിരിച്ചറിയില്ല. വാപ്പാടെ വാപ്പാനെ അറിയില്ല, വാപ്പാടെ മൂത്താപ്പാനെ അറിയില്ല, കൊച്ചാപ്പാനെ അറിയില്ല, അമ്മാവനെ അറിയില്ല, അമ്മായി അറിയില്ല, അവരുടെ മക്കളെ അറിയില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു പുതിയ വിദ്യ കണ്ടെത്തിയത് കുടുംബസംഗമം നടത്താമെന്നാണ്. അവിടെ വന്നിട്ടും കാര്യമില്ല, കാരണം അപ്പോഴും ഇതിനകത്ത് തന്നെയാണ്. ശരിയാണോ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? സാമൂഹിക ബന്ധത്തെ വളർത്താൻ ഖുർആൻ കൽപ്പിച്ച പാരസ്പര്യത എങ്ങനെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. അപ്പൊ നിങ്ങൾ സഹകരിക്കുമ്പോൾ, ഒരു ഗവൺമെന്റിന് ഒരു വില്ലേജിലെ ജനങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും സന്തുഷ്ടി നൽകാനും സംതൃപ്തമായി ആവശ്യം ചെലവഴിച്ച് ജീവിക്കാനും രോഗചികിത്സ നടത്താനും വിദ്യാഭ്യാസം നടത്താനും വീട് കെട്ടിമേയാനും യാത്ര ചെയ്യാനും ഇതൊക്കെ ആ ഗ്രാമത്തിലെ മുഴുവൻ പേർക്ക് ഒരു ഗവൺമെന്റ് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. മറിച്ച് അവിടെയുള്ളവർക്ക് പരസ്പരം ഇത് അന്വേഷിച്ച് അറിഞ്ഞ് പരസ്പരം സഹകരിച്ച് കഴിയുന്ന സഹായങ്ങൾ, അവിടെയും ഖുർആനൊരു സൂക്ഷ്മത പുലർത്തി. അതെന്താന്ന് ചോദിച്ചാൽ അത് രഹസ്യമായാൽ മതി. അപ്പൊ ആർക്കും ഒരു അഭിമാനക്ഷതവും ഇല്ലല്ലോ. ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ഞാൻ ഇന്ന ആൾക്കുണ്ട് 500 രൂപ കൊടുക്കണ്ടോ എന്ന് നോട്ടീസ് അടിച്ചുകൊണ്ട് പോകണ്ടാന്ന്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞല്ലോ, ഫൈൻ തുബുദു സ്വദഖാത്ത്, നിങ്ങളുടെ ദാനധർമ്മം പരസ്യപ്പെടുത്തിയാൽ ഫനിഅമ്മ ഹിയ, നല്ലതാണ്. ഇനി നോക്കിക്കോ, വൈൻ തുഖ്ഫൂഹ, അത് നിങ്ങൾ അതീവ രഹസ്യമായിട്ടാണ് കൊടുക്കുന്നത്. എന്നാലോ
ഫതുഉതുഹൽ ഫുഖറാ, ആവശ്യക്കാർക്ക് അത് കൊടുക്കുക, ദരിദ്രർക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ അത് ആരും അറിയണ്ടെന്ന്. അത്ര സൂക്ഷ്മത ഇസ്ലാം ഈ സഹകരണത്തിൽ കാണിച്ചു എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലോകത്ത് മുസ്ലിമുകൾ, വിശ്വാസികൾ, ഇസ്ലാമിക സമൂഹം വലിയ അളവിൽ ഒരു ഉമ്മത്തിനെ കയ്യിലെടുത്ത് സുരക്ഷിതത്വം നൽകി ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്ത് സന്തോഷകരമായി അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ അവസരമൊരുക്കുന്നത് ഈ പരസ്പര സഹകരണത്തിലും അന്വേഷണത്തിലും പങ്കുവയ്പിലൊക്കെയാണ്. അത് അള്ളാഹു നമ്മുടെ ഈമാനിൻ്റെ ഭാഗമായും ഇസ്ലാമിൻ്റെ അംശമായും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നാം അത് വേണ്ടത്ര ശ്രദ്ധിക്കുക. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.